ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ കശുവണ്ടിയൊക്കെ ചുട്ട് അതിൻ്റെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അതുകൊണ്ടൊരു അണ്ടിപ്പുട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഒരുപാട് പേര് 2 ദിവസമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള അണ്ടിപ്പുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു പഴയ ഒരു റിമ്മിൻ്റെ ഇത് ഇങ്ങനെ മുറിച്ചിട്ട് നീളത്തിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പഴയ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് കശുവണ്ടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണയിൽ തീ പിടിക്കുകയും ചെയ്യും. സൂക്ഷിച്ച് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ മേലേക്കൊക്കെ പൊട്ടിത്തെറിച്ച് പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത് ചുട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ടൊരു തീ ഇട്ട് കൊടുക്കാം. കത്തുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് പൊട്ടിച്ചതിനുള്ളിൽ നിന്ന് അണ്ടിപ്പരിപ്പ് എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്. അതുപോലെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ കുറച്ച് തൊലികളുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് ചുരണ്ടി കളയണം, ഇല്ലെങ്കിൽ അതിന് ചവർപ്പുണ്ടാവും. ഇനി നമുക്കിതുകൊണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരി വറുത്തെടുക്കണം. ഇതുപോലെ അരി വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങ ചുരണ്ടിയെടുക്കണം. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ അണ്ടിപ്പരിപ്പ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അരിയും തേങ്ങയും ശർക്കരയൊക്കെ ചേർക്കേണ്ടത്. അപ്പം ഞാനിവിടെ മെഷർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല. ഇത് നമ്മൾ അരി വറുത്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരലിലിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. ഇടിച്ചിട്ടാണ് ഞങ്ങൾ അണ്ടിപ്പുട്ട് തയ്യാറാക്കുന്നത്.
അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉരലിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇടിച്ചെടുക്കണം. അതുപോലെ തന്നെ അരി ഇത് മിക്സിയിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അരി ഞങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പരുവാണ് അണ്ടിപ്പരിപ്പ് നമ്മൾ പൊടിച്ചിട്ടെടുക്കേണ്ടത്. നമുക്ക് ശർക്കരയും കൂടെ ഒന്ന് ഉരലിലിട്ട് ഇടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഉരലിലിട്ടിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അരിപ്പൊടിയാണ്. ഇതിന് മുമ്പ് കണ്ടത് നമ്മുടെ അണ്ടിപ്പരിപ്പ് ആണ്. ഇനി ഇത് തേങ്ങ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരലിലിട്ട് ഇടിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇടിക്കുവാണ്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ തേങ്ങയൊക്കെ നന്നായിട്ട് ചതച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അത് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ തന്നെ കിട്ടും. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതുപോലെ ഉരുട്ടിയെടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കശുവണ്ടി കൊണ്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.